തിങ്കളാഴ്ച ളുഹ സമയത്തായിരുന്നു പരിശുദ്ധ ഹബീബ് ഇതുപോലെ റബീഉൽ അവ്വൽ തന്നെ ഒരു 12-ന്റെ അന്ന്, അതും ഒരു തിങ്കളാഴ്ചയായിരുന്നു, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 63 വയസ്സും 4 ദിവസവും ജീവിച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. അങ്ങനെ ഒരു യാത്രയപ്പ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ നേരത്തെ സ്വഹാബത്തിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സ്വഹാബികൾ അത് കാത്തിരിക്കുകയായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. വിശുദ്ധമായ നിബിതങ്ങൾ അവസാനത്തെ ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ശേഷം ധാരാളം ചൊല്ലുമായിരുന്ന ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. മക്കം ഫത്ഹ് കഴിഞ്ഞതിന്റെ ശേഷം 2 വർഷം നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ചൊല്ലിയ ദിക്ർ ഏതാണെന്ന് ചോദിച്ചാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, എന്താണ് അങ്ങ് ഈ ദിക്ർ ധാരാളം ചൊല്ലാൻ കാരണം? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അങ്ങനെ ഒരു ദിക്ർ ധാരാളം ചൊല്ലിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, അങ്ങ് ധാരാളം ഇങ്ങനെ ഒരു ദിക്ർ ചൊല്ലാനുള്ള കാരണം എന്താണ്? ആയിഷ ബീവി, അല്ലാഹു അറിയിച്ചത് അറിഞ്ഞില്ലയോ? എന്റെ ഉമ്മത്തിൽ ഒരു മഹാത്ഭുതം അല്ലാഹു എനിക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ഒരു മഹാ അനുഗ്രഹം. ആ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഈ ദിക്ർ എന്നോട് ധാരാളം ചൊല്ലണമെന്ന് അല്ലാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധമായ മക്കയുടെ വിജയം നടന്നാൽ പിന്നീട് നബിയെ അങ്ങ് ചൊല്ലേണ്ടത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അതെന്ന് ചിലപ്പോ ചില أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح. നബിയെ, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വരികയും വൽ ഫത്ഹു, പരിശുദ്ധമായ മക്കാ നഗരം ഇസ്ലാമിന് കീഴ്പ്പെടുകയും ചെയ്താൽ, അള്ളാഹുവിന്റെ സഹായം വന്നു ചേരുകയും പരിശുദ്ധമായ മക്ക അള്ളാഹുവിന്റെ ദീനിന്റെ വരുതിയിലേക്ക്, അധികാരത്തിലേക്ക് ലഭിക്കുകയും ചെയ്താൽ, വറഅയ്ത الناس يدخلون في دين الله أفواجا, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതും കണ്ടാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നബിയെ അങ്ങ് സുബ്ഹാനല്ലാഹ് പറയണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി വസ്തഗ്ഫിറുഹ്, അല്ലാഹുവിനോട് പാപമോചനം വർദ്ധിപ്പിക്കണമേ. അസ്തഗ്ഫിറുല്ലാഹ എന്ന് പറയണം. ഇന്നഹു കാന തവ്വാബ, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. വഅതൂബു ഇലൈഹി എന്ന് പറയണം. അതുകൊണ്ടാണ് നബിതങ്ങൾ മക്കം ഫത്ഹ് കഴിഞ്ഞപ്പോൾ പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ദിക്ർ.
ഈ ആയത്തിറങ്ങിയപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷമിച്ചുകൊണ്ട് കരഞ്ഞു പോയത്. അള്ളാഹുവിന്റെ ഹബീബിന് വിജയമുണ്ടെന്ന് വരുമ്പോ എന്തിനാണ് സിദ്ദീഖ് എന്നവരെ നിങ്ങൾ ഈ കരയുന്നത്, എന്താണ് ഈ കരച്ചിലിന്റെ അർത്ഥമെന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകുമോ എന്നെനിക്ക് തോന്നുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നുഅയത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന് മരണം വരാൻ പോകുന്നുവെന്ന് അള്ളാഹു തആല അറിയിക്കുകയായിരുന്നു ഈ വിശുദ്ധമായ സൂറയിലൂടെ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ ഓരോ 10ലും അവസാനത്തെ 10ൽ ഇഅ്തികാഫിരിക്കാറുണ്ട്. ഹിജ്റയുടെ 11ാം വർഷം നബി തങ്ങൾ ഇഅ്തികാഫിരിക്കുന്നത് റമദാൻ മുഴുവനിലുമാണ്. റമദാൻ മാസം മുഴുവനും ഇഅ്തികാഫിരുന്നു. وكان جبريل يدارسه القرآن, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിന് വിശുദ്ധ ഖുർആൻ ഒരാവർത്തി ഓതി കൊടുക്കാറുണ്ട്. അത് ഹിജ്റ 11ാം വർഷമാകുമ്പോൾ തങ്ങൾ ലോകത്തോട് വിട പറയുന്ന മാസം ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് ഓതി കൊടുത്തത് മർറതൈൻ, 2 തവണയാണ്. ഖുർആൻ ഒരാവർത്തി ഒരുമിച്ച് ഓതുന്നത് 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം ഓതിയിട്ടുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാം ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. ഹജ്ജത്തുൽ വിദാ നടക്കുമ്പോ പരിശുദ്ധമായ അറഫ ഭൂമിയിലാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ അവസാനമായി ഇറങ്ങിയ ആയത്തുകളിൽ ഒന്ന് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون എന്ന ആയത്തിന്റെ മുമ്പേ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇസ്ലാം നിങ്ങൾക്ക് ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാം നിങ്ങൾക്കൊരു മതമായി ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നുവെന്ന് അള്ളാഹു ആയത്തിറക്കുമ്പോ സ്വഹാബികളൊക്കെ വല്ലാതെ സന്തോഷിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനൊരു സന്തോഷ വാർത്ത കൊണ്ടുവന്നപ്പോഴും അതിന്റെ ഉള്ളിൽ ഇസ്ലാം പൂർത്തിയായാൽ നബി തങ്ങൾ എന്തിന് ലോകത്ത് വന്നുവോ ആ ദൗത്യം പൂർത്തിയായി എന്നാണ് അർത്ഥം. അങ്ങനെ വന്നാൽ ദൗത്യം പൂർത്തിയായാൽ അള്ളാഹുവിന്റെ ദൂതർ തിരിച്ചു പോകുമല്ലോ, അതിന്റെ ഉള്ളിലും നബി തങ്ങൾ ലോകത്തോട് യാത്ര പറയുമെന്ന സൂചനയുണ്ടല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഹബീബിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു. വല്ലാണ്ട് കരഞ്ഞിട്ടുണ്ട്. നബി തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു, നബിയേ, വല്ലാത്ത അത്ഭുതം, ഇസ്ലാം പൂർത്തിയായെന്നും ഇനി മുതൽ പ്രയാസങ്ങളില്ലെന്നും ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടമായെന്നും അള്ളാഹു പറയുമ്പോൾ ലിമ യബ്കി ഹാദ ശൈഖ്, എന്തിനാണ് ഈ പ്രായമായ മനുഷ്യൻ ഇങ്ങനെ കരയുന്നത്? സലൂ, നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ സിദ്ദീഖ് എന്നവരോട്, നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കാൻ പറഞ്ഞപ്പോ ചോദിച്ചു അവരൊക്കെ, സിദ്ദീഖ് എന്നവരെ എന്തിനാണ് ഈ കരച്ചിൽ? എന്റെ ഈ പള്ളിയുടെ അരികത്തുകൂടെ, എന്റെ ഖബറിന്റെ അരികത്തുകൂടെ നിങ്ങൾക്ക് നടന്നു പോവേണ്ടി വരും. നിങ്ങൾ ഇനി വരുമ്പോ എന്റെ പള്ളി കാണും, ഞാനുണ്ടാവില്ല. എന്റെ ഖബർ എവിടെ കാണും മുആദേ? അതുകൊണ്ട് മുആദേ, ഞാനിത് യാത്ര അയക്കുകയാണ്, ഇനി നമ്മൾ കണ്ടുമുട്ടിയില്ലെന്ന് വരും, ഇത് അവസാനത്തെ കാഴ്ചയാകുമെന്ന്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകം ഇങ്ങനെ പോകുമ്പോ കൂടെ നടന്ന മണ്ണിലൂടെ നടന്നുപോയി മുആദ് എന്നവരോട് യാത്ര പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോ ചില റിവായത്തുകളിൽ വന്നതനുസരിച്ച് 14 അല്ലെങ്കിൽ 24, 17 അങ്ങനെയൊക്കെ ചെറിയ അക്കമുള്ള നമ്പറുകളെ ഹദീസുകൾ കാണൂ. നബിയുടെ താടിയിലും തലയിലുമായി നരബാധിച്ചത് വളരെ ചെറുത്, വളരെ കുറഞ്ഞ എണ്ണം. വഫാത്താകുന്ന സമയത്ത് പോലും പനിയല്ലാതെ 14 ദിവസത്തോളം ബാധിച്ച പനിയല്ലാതെ മറ്റൊന്നും ഹബീബിനെ ബാധിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾക്കപ്പോഴും കുടവയറ് വന്നിട്ടില്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒന്നുമേ ഇല്ല. 63 വയസ്സിന്റെ സർവ്വ ആരോഗ്യവും ഉണ്ടായിരിക്കെയാണ് ലോകത്തോട് അള്ളാഹുവിന്റെ ഹബീബ് യാത്ര ചോദിക്കുന്നത്. നമുക്കൊക്കെ
ലോകത്തൊക്കെ യാത്ര ചോദിക്കണ്ടേ? നിങ്ങൾ ആർക്കെങ്കിലും എന്ത് പ്രയാസങ്ങളും വന്നാൽ ഞാൻ കാരണം ഉണ്ടായ മുസീബത്ത് നിങ്ങൾ ഓർക്കണം. എന്റെ വഫാത്തിലൂടെ, എന്റെ മരണത്തിലൂടെ ലോകത്ത് സംഭവിച്ച ഗ്യാപ്പ് എത്രയാണ്, സത്യവിശ്വാസികൾക്കുണ്ടായ നഷ്ടം എത്രയാണ്. അതോർക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന രോഗമോ പ്രയാസമോ ഓപ്പറേഷനോ സർജറിയോ ഇതൊന്നും നിങ്ങൾക്ക് വിഷയമാവില്ല. ഇതിനേക്കാളൊക്കെ വലുതല്ലേ ഞാൻ നിങ്ങളോട് യാത്ര ചോദിച്ചു പോയത് എന്ന് എപ്പോഴും പറയാറുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദേ യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. അതുകൊണ്ട് മുആദേ, എന്റെ പള്ളിയുടെ അരികത്തുകൂടെ നിങ്ങൾക്ക് വരേണ്ടി വരും, എന്റെ വിശുദ്ധമായ ഖബറിന്റെ അരികത്തുകൂടെ നിങ്ങൾക്ക് വരേണ്ടി വരും. ഇക്കോളു മുആദേ എന്ന് പ്രിയപ്പെട്ട അനുചരനെ യമനിലേക്ക് യാത്ര പറഞ്ഞേക്കുകയാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇടക്കാണ് നബി തങ്ങളുടെ പ്രിയപ്പെട്ട മുത്താപ്പ നബി തങ്ങളുടെ പിതാവിന്റെ സഹോദരൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബിയോട് വന്ന് ഒരു സ്വപ്നം കണ്ട കഥ പറയുന്നത്. യാ റസൂലല്ലാഹി, അല്ലാഹുവിന്റെ റസൂലേ, റഅയ്തു ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ഈ ഭൂമി ലോകം ഒന്നാകെ, ഈ ഭൂമിയിലെ കടുത്ത ഭാരമുള്ള ശക്തിയേറിയ പർവ്വതങ്ങൾ മുഴുവനും ആകാശലോകത്തേക്ക് വലിച്ചെടുക്കപ്പെടുന്നത് ഞാനൊരു സ്വപ്നം കണ്ടു നബിയെ. എന്താണ് അതിന്റെ അർത്ഥം? ഭൂമിയെ അതിന്റെ പർവ്വതങ്ങളിലൂടെ പറിച്ചെടുക്കുന്ന പോലെ, ആകാശലോകത്തേക്ക് പറിച്ചു കൊണ്ടുപോകുന്ന പോലെ ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു നബിയെ. അത് നിങ്ങളുടെ സഹോദരന്റെ പുത്രൻ ലോകത്തോട് വിട പറയുമെന്ന അടയാളമാണ്. സഹോദരന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് യാത്ര പറയും എന്നാണ് ഇതിനർത്ഥം. ഹിജ്റയുടെ 11ാമത്തെ വർഷം സഫർ മാസമാകുന്നു. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, സഫറിന്റെ അവസാനത്തിലാ നബി തങ്ങളുടെ ആ അന്ത്യദിനങ്ങളുടെ കാഴ്ചകൾ ആരംഭിക്കുന്നത്, സംഭവങ്ങൾ ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ നബി തങ്ങൾ ലോകത്തോട് വിട പറയുകയാണ്. വഫാത്താകുന്നതിന്റെ 83 ദിവസങ്ങൾക്ക് മുമ്പ്, ലോകത്തോട് യാത്ര പറയുന്നതിന്റെ 83 ദിവസങ്ങൾക്ക് മുമ്പ്, 4 മാസത്തിൽ താഴെ സമയമുള്ളപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലൂടെ വന്നു. ദിഹ്യ റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ. സ്വഹാബികളിൽ കാണാൻ ഭംഗിയുള്ള സ്വഹാബിയാണ് ദിഹ്യത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. നല്ല സുമുഖനായിരുന്നു എന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോ ദിഹ്യയെ പോലത്തെ 2 ആളുകളെ കാണും സദസ്സിൽ. അപ്പോൾ സ്വഹാബികൾക്ക് മനസ്സിലാകും ഒന്ന് ജിബ്രീലാണ് അലൈഹിസ്സലാം. അന്ന് വന്നത് ശുഭ്രവസ്ത്രധാരിയായി, വെളുത്ത വസ്ത്രം. ലാ യുറാ അലൈഹി അഥറുസ് സഫർ. എന്താണ് ഇസ്ലാം എന്ന് സംക്ഷിപ്തമായി, വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റായി ഇസ്ലാമിന്റെ ആകത്തുകയെ 4 ചോദ്യങ്ങളിലൂടെ ഉൾക്കൊള്ളിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം. ആ ചോദ്യം ചോദിച്ചു പോയ മനുഷ്യരൂപത്തിൽ കടന്നു വരികയും കാൽ തുടകളിലേക്ക് കൈവെക്കുകയും കാൽമുട്ട് നബിയുടെ കാൽമുട്ടിനോട് ചേർത്ത് വെക്കുകയും അഖ്ബിർനി യാ മുഹമ്മദു യാ റസൂലല്ലാഹ്, തിരുനബിയെ, അള്ളാഹുവിന്റെ ദൂതരെ, എന്താണ് ഇസ്ലാം? ഇസ്ലാമിന്റെ 5 റുക്നുകളും പറഞ്ഞു കൊടുത്തു. ഷഹാദത്ത് ചൊല്ലുന്നത്, നിസ്കരിക്കുന്നത്, റമളാൻ നോമ്പെടുക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു അഖ്ബിർനി മൽ ഈമാൻ, എന്താണ് നബിയെ ഈമാൻ എന്ന് പറഞ്ഞാൽ? അൻ തുഅ്മിന ബില്ലാഹ് വമലായികതിഹി വകുതുബിഹി വറസുലിഹി വൽയൗമിൽ ആഖിർ വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. അള്ളാഹുവിലും മലക്കുകളിലും പ്രവാചകന്മാരിലും അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിലും അന്ത്യനാളിലും അള്ളാഹുവിന്റെ ഖളായിലും വിശ്വസിക്കലാണ്. സ്വദഖ്ത, മറുപടിയൊക്കെ ശരിയാണല്ലോ. സ്വഹാബികൾ പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ സദസ്സിലുണ്ട്. ഞങ്ങൾ ഇങ്ങനെ മുഖം നോക്കാൻ തുടങ്ങി. ഇതെന്താ അറിയാത്ത ഒരാൾ വന്ന് ചോദിക്കുമ്പോ അയാൾക്ക് ഉത്തരം അറിയുമോ? ഉത്തരം കേൾക്കുമ്പോ ഉത്തരം ശരിയാണെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നി. ചോദിക്കുന്നു, പിന്നെ ഉത്തരം ശരിയാണെന്നും പറയുന്നു. അടുത്ത ചോദ്യം വന്നു, മൽ ഇഹ്സാൻ, എന്താണ് നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? ഇഹ്സാൻ എന്താണ്? ഏറ്റവും വലിയ നന്മ എന്താണ്?
അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അൻ തഅബുദല്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാഹ്, നിങ്ങൾ അല്ലാഹുവിനെ കാണുന്ന പോലെ. വഇൻ ലം തകുൻ തറാഹു, നീ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അല്ലാഹു നിന്നെ കാണുന്നുവല്ലോ. അതാണ് ഏറ്റവും വലിയ നന്മ, ഇഹ്സാൻ അതാണ്. പിന്നെ ചോദിച്ചു മതസ്സാഅ, എപ്പോഴാണ് നബിയെ ലോകാവസാനം? ഞങ്ങൾ പറഞ്ഞു മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ചോദിക്കപ്പെട്ട ഞാൻ ചോദിച്ച നിങ്ങളെക്കാളും കൂടുതൽ വിവരമുള്ള ആളല്ല. മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, the one questions knows no better than the questioner. ചോദിച്ച ആളെക്കാളും ചോദിക്കപ്പെട്ട ഞാൻ അറിയില്ല ജിബ്രീലേ, നമുക്ക് രണ്ടാൾക്കും അറിയില്ല എന്നർത്ഥം. അന്നേരം ചോദിച്ചു അഖ്ബിർനി അൻ അമാറാതിഹാ, അന്ത്യനാൾ ലോകത്തേക്ക് വരാറായി എന്ന് അറിയിപ്പ് നൽകുന്ന വല്ല അടയാളങ്ങളുമുണ്ടോ? ലോകാവസാനം അടുത്തു എന്നറിയുന്നത് ഉണ്ട്, അടയാളങ്ങളുണ്ട്. രണ്ടെണ്ണം പറഞ്ഞു കൊടുക്കുന്നു റസൂലുള്ളാഹി തങ്ങൾ. അപ്പോഴും സ്വഹാബികൾക്ക് അറിഞ്ഞില്ല ആരാണ് ഈ ചോദിക്കുന്ന മനുഷ്യനെന്ന്. മനുഷ്യരൂപത്തിലാ വന്നിരിക്കുന്നത്. അൻതലിദൽ അമതു റബ്ബതഹാ, ഒരു പെൺകുട്ടി, ഒരു അടിമയായ പെണ്ണ് തന്റെ ഉടമസ്ഥയെ പ്രസവിക്കലാണ്. അടിമ പ്രസവിച്ചാൽ ജനിക്കുന്ന കുഞ്ഞ് അടിമകളാണ്. അങ്ങനെയാണ് ആവേണ്ടത്. അതാണ് അടിമയുടെ നിയമങ്ങളിലുള്ളത്. അല്ലെങ്കിൽ ഉമ്മ വലതാകും. അടിമ പ്രസവിക്കുന്നത് അടിമയാണ്. അടിമയായ ആണോ പെണ്ണോ മക്കളും ജന്മന അടിമകളാണ്. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു അടിമ പ്രസവിക്കുന്നത് തന്റെ ഉടമസ്ഥയെ. അടിമ പ്രസവിക്കുന്നത് ഉടമസ്ഥയെ എന്ന് പറഞ്ഞാൽ ജനിച്ച കുഞ്ഞാണ് പിന്നെ തനിക്ക് ജന്മം നൽകിയ ഉമ്മയെ ഭരിക്കുന്നത്. മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ 37ഓളം ആശയങ്ങൾ ഈ ഒരൊറ്റ വാക്കിന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന്? അതിൽ പ്രബലമായ അഭിപ്രായം ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കുകയും അവരുടെ മനസ്സ് വേദനിപ്പിക്കുകയും ചെയ്യുന്ന, കണ്ണുനീർ വാർത്തുകളയുന്ന, മാതാപിതാക്കൾക്ക് ക്ഷീണമുണ്ടാക്കുന്ന, മാതാപിതാക്കളുടെ നെഞ്ച് വേദനിപ്പിക്കുന്ന മക്കൾ വരുമെന്നാണ് അന്ത്യനാളിന്റെ അടയാളങ്ങളിലൊന്ന്. പറഞ്ഞാൽ കേൾക്കാത്ത മക്കൾ ഉണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ കുട്ടികളൊന്നും മാതമംഗലത്തില്ലല്ലോ. അൽഹംദുലില്ലാ, കുട്ടികളില്ല എന്ന് പറഞ്ഞിന് വാപ്പാരോട് കൂടെ ചോദിക്കണം എന്താ അവസ്ഥ. അൽഹംദുലില്ലാ, നല്ല മക്കളാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. അൻതലിദൽ അമതു റബ്ബതഹാ വഅൻ തറൽ ഹുഫാതൽ ഉറാതൽ ആലത റിആഅ അശ്ശായി യതതാവലൂന ഫിൽ ബുനിയാൻ. വഅൻ തറൽ ഹുഫാത, കാലിൽ ചെരുപ്പ്, നല്ലൊരു ചെരുപ്പ് ധരിക്കാൻ പോലും പൈസ ഇല്ലാത്തവർ, അൽ ആലത, ദരിദ്രന്മാരായി ജീവിച്ചവർ, അൽ ഉറാത, മാന്യമായി ശരീരം മുഴുവനും മറക്കാവുന്ന ഒരു വസ്ത്രം പോലും കിട്ടാതിരുന്നവർ, ആട് മാടുകളെ കയറ് പിടിച്ച് മേക്കാൻ നടന്നിരുന്ന ആളുകൾ, അവരെയൊക്കെ കാണാൻ കഴിയും ഒരു സുപ്രഭാതത്തിൽ. യതതാവലൂന ഫിൽ ബുനിയാൻ, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് കാണാൻ കഴിയും, മത്സരിക്കുന്നത്. ആരുടെയൊക്കെയോ പശുക്കളെ മേച്ച് നടന്നിരുന്ന ആളുകൾ, ആട്ടിൻപറ്റങ്ങളുടെ കയറ് പിടിച്ച് മേക്കാൻ കൊണ്ടുപോയിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ വലിയ മുതലാളിമാരായി മാറി ഉയരമുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്, മത്സരിക്കുന്നത് കണ്ടാൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചു നബിയെ, ആരെയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ആരെപ്പറ്റിയാണ് ഈ പറയുന്നത്? ഖാല അൽ അറബ്, അറബികളെ പറ്റിയാണ് ഞാൻ പറയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ അറബികൾ മത്സരിക്കുന്ന കാലം എന്നാണ് ഇതിന്റെ അർത്ഥം. ബുർജ് ഖലീഫ എവിടെയുള്ളത്? UAE-യിലാണ് അല്ലെ, ദുബൈയിലാണ്. ലോകത്തെ ദ ടോളസ്റ്റ് മാൻമെയ്ഡ് ടവർ, മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും അക്ബർ ബുർജിൻ ഷയ്യദഹുൽ ബഷർ, മനുഷ്യരുണ്ടാക്കിയ ഏറ്റവും വലിയ കെട്ടിടം എന്നാണ് അതിന്റെ ഇപ്പോഴത്തെ പേര്. ചൈനക്കാരെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് കേട്ടു, ജിദ്ദക്കാരുണ്ടാക്കാൻ പോകുന്നുണ്ടെന്ന് കേട്ടു,
കുവൈത്തുകാർ പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്, ബഹ്റൈനുകാരും പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിലും വലുത് ഞങ്ങൾ ഉണ്ടാക്കും. ഇതന്നെ ഈ ഹദീസ് പറഞ്ഞതിനർത്ഥം. മത്സരം വരും, ഞങ്ങൾ ഏറ്റവും വലുതുണ്ടാക്കും. അവരൊക്കെ ഔട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ, ജിദ്ദയൊക്കെ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. എത്ര ഈ ഇപ്പൊ 170ഓളം നില, 170 നിലകളുള്ള ബുർജ് ഖലീഫയെക്കാളും ഹൈറ്റുള്ളത് ഇനി വരാൻ പോവാണ്. 1 കിലോമീറ്ററും 1.5 കിലോമീറ്ററൊക്കെ ഹൈറ്റുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അത് യൂറോപ്പിൽ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്, ഷിക്കാഗോയിൽ ഉണ്ടായിട്ടുണ്ട്, ന്യൂയോർക്കിലും കാലിഫോർണിയയിലും ജർമ്മനിയിലും ലോകത്തിന്റെ വിവിധ സിറ്റികളിൽ ഇതൊക്കെ നടന്നിട്ടുണ്ട്. അത് ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പറഞ്ഞില്ല നബി തങ്ങൾ. അറബികൾ ഇതുണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ കാലം വലിയ ദൂരല്ല, ലോകം അവസാനിക്കാനെന്ന് മുത്ത് റസൂലുള്ളാഹി. 2 അടയാളങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ഒന്ന്, ഈ പ്രപഞ്ചത്തിന്റെ നാശം കുറിക്കുന്ന 2 അടയാളങ്ങൾ. ഒന്ന്, അച്ചടക്കമില്ലാത്ത മക്കൾ ഉണ്ടാകുന്നത്. മക്കൾ പറഞ്ഞാൽ കേൾക്കാതാവുക. മക്കൾ പിടിവാശിയുള്ള മക്കളായി മാറുന്നത്, വലിയ ദേഷ്യമുള്ള മക്കൾ, എന്തെങ്കിലും പറഞ്ഞാൽ എറിഞ്ഞു പൊളിക്കും, അങ്ങനത്തെ മക്കൾ. എന്തെങ്കിലും ഒരു വാക്ക് ഉമ്മ വാപ്പ പറഞ്ഞ പിന്നെ തെറ്റി, പിന്നെ അവൻ ഒരാഴ്ചക്ക് ഉമ്മയുടെ വാപ്പാടും മിണ്ടൂല, ഭക്ഷണം കഴിക്കൂല, വാതിലടച്ച് കിടക്കുക. അങ്ങനത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും. ഇങ്ങനെ മക്കൾ ദേഷ്യം പിടിക്കുന്ന മക്കളായി മാറുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് റസൂലുള്ളാഹി. പ്രദീപ്, എന്തെങ്കിലും ഉണ്ടോ, മാറ്റമുണ്ടോ? സുഖം കിട്ടിയില്ല, പഴയ കാറമേലത്തെ ആ സുഖം ആയിട്ടില്ല. പരിശുദ്ധ നബി തങ്ങൾ 2ാമത്തെ കാരണം കൂടെ പറഞ്ഞു. وأن ترى الحفاة العراة العالة رعاء الشاء يتطاولون في البنيان. ദാരിദ്ര്യമുണ്ടായിരുന്ന ആളുകൾ ദാരിദ്ര്യമുണ്ടായിരുന്ന ആളുകൾ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ മത്സരിക്കുന്ന കാലം വരും. ഈ 2 അടയാളങ്ങൾ പറഞ്ഞപ്പോൾ ആ ചോദ്യകർത്താവ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. നബി തങ്ങൾ ചോദിച്ചു, ഉമറേ, ആരാണ് വന്നത് നിങ്ങൾക്കറിയുമോ? മനിസ്സായിൽ, ആരാണ് ചോദിച്ചു വന്നത്? എനിക്കറിയില്ല നബിയെ. ഒന്ന് പോയി നോക്കൂ ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പുറത്തു പോയി നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. വാനിഷ്ഡ്, കാണുന്നില്ല, എവിടെ പോയി? അങ്ങനെ ഒരു മരുഭൂമിയിൽ വന്നു പോകുന്ന ആൾ കൺമുമ്പിൽ നിന്ന് മറയാനുള്ള ദൂരമായിട്ടില്ല. നബിയെ, ആളെ കാണുന്നില്ല നബിയെ. ഇന്നഹു ജിബ്രീൽ അതാകും യുഅല്ലിമുകും ദീനകും. അത് ജിബ്രീലാണ്, നിങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ജിബ്രീലാണ് വന്നത്, മാലാഖയാണ്, അതുകൊണ്ടാണ് നോക്കിയിട്ട് കാണാത്തത്. അതെയോ? 4 ചോദ്യം ചോദിച്ചു. നബിയുടെ വഫാത്തിലേക്കുള്ള സൂചനകളാണത്. ഈ ലോകത്തിന്റെ അവസാനം എപ്പോഴാണെന്ന് ചോദിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്തിനാണ് ഇസ്ലാം, എന്താണ് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഷഹാദത്ത് എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ 5 അർക്കാനുകൾ എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത്? അതിന്റെ കാരണമാണ് സുആലുൽ ഈമാൻ. എന്താണ് ഈമാൻ കാര്യം? എന്തുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു? ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്, അവന്റെ മലക്കുകൾ വിശ്വസിക്കുന്നവനാണ്, അല്ലാഹുവിന്റെ നബിമാരിൽ വിശ്വസിക്കുന്നു. എന്തിനാ നോമ്പ്? ഞാൻ ഈമാൻ കാര്യം വിശ്വസിക്കുന്ന ആളാണ്. എന്തിനാ ഹജ്ജ്? ഞാൻ ഈമാൻ കാര്യം വിശ്വസിക്കുന്ന ആളാണ്. ഇസ്ലാം കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു? അതിന്റെ സബബ് ഈമാനാണ്. ഈമാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഫുഖഹാക്കളാണ്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. ഈമാൻ പഠിപ്പിക്കുന്നത് അഖീദയുടെ ആലിമീങ്ങളാണ്, ഇൽമുൽ കലാമിന്റെ അഖീദയുടെ ആലിമീങ്ങളാണ് ഈമാൻ കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നത്. അത് കഴിഞ്ഞാൽ ഒരു അടുത്ത സ്റ്റെപ്പുണ്ട്, അൽ ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ റബ്ബിനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യലാണ്. അതാണ് തസവുഫിന്റെ മാർഗം, അതാണ് സൂഫിവര്യന്മാർ സ്വീകരിക്കുന്ന മാർഗം. അല്ലാഹുവിലുള്ള ലയനം, അല്ലാഹുവിലേക്കുള്ള ഓട്ടം. ഫഫിറൂ ഇലല്ലാഹ്, റബ്ബിലേക്കുള്ള ഓട്ടമാണത്. റബ്ബിനെ കാണുന്ന പോലെ, അല്ലാഹുവിനെ കാണുന്ന പോലെ. എന്നാൽ സയ്യിദന മൂസ നബിയോട് റബ്ബ് പറഞ്ഞുവല്ലോ, ലൻ തറാനി, മൂസ നബിയെ ഈ ലോകത്തിന്റെ
ഭൗതികമായി ഈ പ്രപഞ്ചത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണുക സാധ്യമല്ല എങ്കിൽ പിന്നെ ആ റബ്ബിനെ കാണാനുള്ള ഒരു സമയം വേണം, ആ റബ്ബിനെ കാണാനുള്ള അവസരം വേണം. ആ അവസരം സംഭവിക്കണമെങ്കിൽ ലോകാവസാനം നടക്കണം. അതുകൊണ്ടാണ് എപ്പോഴാണ് ലോകാവസാനം നബിയെ എന്ന ചോദ്യം ചോദിച്ചത്. എപ്പോഴാ ലോകാവസാനം? ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് ഈമാൻ പരിപൂർണമായി വന്ന് ഇഹ്സാനിന്റെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ അവർക്ക് റബ്ബിനെ കാണുന്ന പോലെ ആ ലെവലിൽ നിന്ന് മാറി അള്ളാഹുവിന്റെ ലിഖാ വേണം, റബ്ബിനെ നേരിട്ട് കാണണം. അതിനുള്ള അവസരം ലോകാവസാനത്തിന്റെ ശേഷമാണ്, ഖിയാമത്തിന്റെ ശേഷമാണ്. അതിനാണ് എന്താ നബി അതിന്റെ അടയാളങ്ങൾ ചോദിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ സംഭവം ഇസ്ലാം എന്താണെന്നൊരു ചുരുങ്ങിയ രീതിയിൽ വളരെ സംക്ഷിപ്തമായി മനസ്സിലാക്കി തരുന്ന വിഷയമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് 3 മാസത്തോളമേ തങ്ങൾ ജീവിച്ചുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന വർഷം ഹിജ്റ 11-ാം വർഷം സഫർ മാസമായപ്പോ അവിടുത്തെ സ്വഹാബികളിൽ മഹാനായ അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. യാ അബാ മുവൈഹിബ, അബൂ മുവൈഹിബ, നിങ്ങൾ എന്റെ കൂടെ വരണം. ഖദ് ഉമിർത് അൻ നസ്തഗ്ഫിറ ലി അഹ്ലിൽ ബഖീഅ, പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഅയിലെ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വഫാത്തായി കിടക്കുന്ന എന്റെ അനുചരന്മാർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അഹ്ലുൽ ബഖീഅ, ഖബർസ്ഥാനിൽ പോയി ദുആ ചെയ്യാം, ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇവിടെ പോയിട്ട് യാസീൻ ഓതുന്നത്, അവിടെ പോയി തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി, മാത്രമല്ല അവിടെ കിടക്കുന്ന 100 സത്യവിശ്വാസികൾ വേറെയും കാണും, അവർക്ക് വേണ്ടി യാസീൻ ഓതി കൊടുക്കുന്നത്, ശുദ്ധ ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നത് പുണ്യകരമാണെന്ന് ഉലമാ പഠിപ്പിച്ചിരിക്കുന്നുവല്ലോ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയാൻ പോകുമ്പോൾ ആ ലോകം ഒന്ന് നോക്കി വരൂ നബിയെ, അങ്ങ് വരാൻ പോകുന്ന ലോകം ഇതാണ്. ഇനി അങ്ങ് വരുന്നത് വിശുദ്ധമായ ഈ മണ്ണിന്റെ ഉള്ളിലേക്കാണ്. നബിയെ, അഹ്ലുൽ ബഖീഇന് പോയി ഒന്ന് ദുആ ചെയ്തു കൊടുക്കണം. മഹാനായ അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഹബീബിന്റെ കൂടെ പോയി. നബി തങ്ങൾ അവിടെ ചെന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മഖാബിർ, ഈ ഖബർസ്ഥാനിൽ കിടക്കുന്ന ആളുകളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. എന്നിട്ട് എന്താ നബി തങ്ങൾ പറഞ്ഞെന്നറിയോ? ലിയഹുൻ ലക്കും മാ അസ്ബഹ്തും ഫീ മിമ്മാ അസ്ബഹൻ നാസു ഫീ, ജനങ്ങളെ, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ഭൂമിക്ക് മുകളിൽ ഇനിയും മരിക്കാതെ അനുഭവിക്കുന്നവരെക്കാളും എത്രയോ നിസ്സാരമാണ്. ഭൂമിക്ക് മുകളിലുള്ള ആളുകൾ അനുഭവിക്കുന്നത് ഭയാനകമാണ്. നിങ്ങൾക്ക് അത്തരം പ്രയാസങ്ങളൊന്നും അറിയേണ്ടി വന്നിട്ടില്ലല്ലോ. നിങ്ങൾ അല്ലാഹു രക്ഷപ്പെടുത്തിയ ഫിത്തനകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞുവോ? അഖ്ബലത്തിൽ ഫിതൻ മുതലും, ഇരുട്ടുള്ള രാത്രിയുടെ കഷ്ണങ്ങളെ പോലെ ഫിത്തനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നിന് പിറകെ മറ്റൊന്നായി ഫിത്തനകൾ വരുന്നുവെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യത്ബഉ അവ്വലുഹാ ആഖിറഹാ, യത്ബഉ, ഒന്നിന് പിറകെ മറ്റൊന്നായി ഫിത്തനകൾ വന്നുകൊണ്ടിരിക്കും. അൽ-ആഖിറതു ശർറും മിനൽ ഊലാ, അവസാനം വരുന്നത് ആദ്യത്തേതിനേക്കാളും മോശമായത്. അങ്ങനെ ഫിത്തനകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നേരത്തെ മരിച്ചുപോയത് കൊണ്ട് അത്തരം പ്രയാസങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇതിലൊരു പാഠമുണ്ട്. നിബിതങ്ങൾ പറയുമായിരുന്നു, കാലങ്ങളിൽ ആദ്യത്തെ ഏറ്റവും നല്ല കാലം ഖൈറുൽ ഖുറൂനാണ്. മുത്തനിബിതങ്ങളോടൊപ്പം സ്വഹാബികൾ ജീവിച്ച ആ കാലഘട്ടം. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ ഹിജ്റയുടെ 2-ാം നൂറ്റാണ്ട്, പിന്നെ 3-ാം നൂറ്റാണ്ട്. അത് കഴിഞ്ഞിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഓരോ ദിവസവും അതിന്റെ മുമ്പത്തേതിനേക്കാളും മോശമാണ്. നമ്മുടെ ഇന്ന് ഇന്നലെയേക്കാളും മോശമാണ്. നമ്മുടെ നാളെ ഇന്നത്തേതിനേക്കാളും മോശമാണ്. നമ്മുടെ ഇന്ന് നാളെയേക്കാളും നല്ലതാണ്. ഇന്നലത്തേതിനേക്കാളും മോശപ്പെട്ടത്. പിറകോട്ട് പോകുന്തോറും സമയം മോശപ്പെട്ടു വരികയാണ്. നബി പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഇത് പറഞ്ഞതിന്റെ ശേഷം അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, യാ അബാ മുവൈഹിബ, അല്ലയോ അബൂ മുവൈഹിബ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ താക്കോലുകൾ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഊതീതു മഫാതിഹ ഖസാഇനിൽ അർള് ഖസാഇനിദ് ദുനിയ,
ഈ ലോകത്തിന്റെ താക്കോലുകൾ എന്റെ കയ്യിലാ തന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇതിൽ ഉലമ ഒരുപാട് പറയുന്നുണ്ട്. ഈ ഉമ്മത്തികളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ ഭൂമിക്കുള്ളിൽ കിടക്കുന്ന വിഭവങ്ങളുടെ താക്കോൽ ഹബീബിന്റെ കയ്യിലാ കൊടുത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ചില ആധുനിക ആലിമീങ്ങളൊക്കെ ഈ ഹദീസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടത്. അവർ പറഞ്ഞു, അതുകൊണ്ടാണ് ലോകത്തിന്റെ സാമ്പത്തികമായ നിലവാരം നിശ്ചയിക്കത്തക്ക രീതിയിൽ ഭൂമിക്കുള്ളിലെ പെട്രോളും ഡീസലും നാച്ചുറൽ ഗ്യാസുമെല്ലാം അറബ് രാജ്യങ്ങളുടെ കയ്യിലാണ് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ഭൂമിക്കുള്ളിലെ വിഭവങ്ങൾ. അൽ ഖൈറു ഫിയ വഫി ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ നന്മ എന്നിലാണ്, എന്റെ ഉമ്മത്തികളിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകാവസാനം വരെ നിബിതങ്ങളിലും അവിടുത്തെ ഉമ്മത്തികളിലുമാണ് നന്മയുള്ളത്. അത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു ഹദീസാണ്. എത്ര തന്നെ നമ്മുടെ ടെക്നോളജിയിലോ ഭൗതിക സാഹചര്യങ്ങളിലോ ലോകം മുന്നേറിയാലും മുത്ത് നിബിതങ്ങളുടെ ഉമ്മത്തികളിലാണ് ഖൈറുള്ളത്. അവരിലാണ് ഖൈർ നിലകൊള്ളുന്നത് ലോകാവസാനം വരെ. അൽ ഖൈറു ഫിയ വഫി ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ ഊതീതു മഫാതിഹ ഖസാഇനിദ് ദുനിയ വൽ ഖുൽദ ഫീഹാ സുമ്മൽ ജന്ന. അല്ലാഹു എന്നോട് പറഞ്ഞു, നബിയെ, ഈ ലോകത്തിന്റെ വിഭവങ്ങളൊക്കെ നിങ്ങൾ എടുത്തോളൂ നബിയെ, ഇവിടെ ഒരുപാട് കാലം അങ്ങേക്ക് താമസിക്കാം, എന്നിട്ട് സ്വർഗവും തരാം. എന്ത് വേണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ലാഹുവേ, ലിഖാ റബ്ബി അസ്സ വജല്ല വൽ ജന്ന, എനിക്ക് നിന്നെ കണ്ടുമുട്ടണം അല്ലാഹുവേ, സ്വർഗവും വേണം, ഞാൻ എവിടുന്ന് പോരുകയാണ്. മഹാനായ അബൂ മുവൈഹിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഫഖുദ് മഫാതിഹ ഖസാഇനിദ് ദുനിയ വൽ ഖുൽദ ഫീഹാ സുമ്മൽ ജന്ന. നബിയേ, ഈ ലോകത്തിന്റെ താക്കോലും ഇവിടെ തന്നെ ഒരുപാട് കാലം നിൽക്കുകയും പിന്നീട് സ്വർഗവുമായി കൂടെ നബിയെ, എന്നാലും അല്ലാഹുവിനെ കണ്ടുമുട്ടാമല്ലോ. ലാ വല്ലാഹ്, ഇല്ല, ഒരിക്കലുമില്ല. യാ അബാ മുവൈഹിബ, ലഖദ് ഇഖ്തർതു ലിഖാഅ റബ്ബി വൽ ജന്ന, ഞാൻ എന്റെ റബ്ബിനെ കാണാനും സ്വർഗത്തിലേക്ക് പോകാനുമാണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ബഖീഇലുള്ള മുഴുവൻ ആളുകൾക്കും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ഹബീബായ നബി തങ്ങൾ എഴുന്നേറ്റ് പോരുന്നത് വഫാത്താകുന്നതിന്റെ 2 ആഴ്ച മുമ്പാണ്. പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫർ മാസം 29-ാം ദിവസമാകുന്നത് ഒരു തിങ്കളാഴ്ചയാണ്. അന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഖീഇൽ മറവ് ചെയ്യാൻ ഒരു സ്വഹാബിയെ കൊണ്ടുവന്നപ്പോ ആ സ്വഹാബിയുടെ മയ്യിത്ത് പരിപാലനത്തിൽ സംബന്ധിച്ചത്, നമ്മുടെ ഇവിടെയൊക്കെ കുറെ ചെറുപ്പക്കാർ മാഷാ അല്ലാഹ്, നമ്മുടെ റഫീഖ് കൂടെ ഉണ്ടല്ലോ, മയ്യത്ത് പരിപാലനത്തിലൊക്കെ വളരെ സജീവമായി ഇടപെടുന്ന ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നന്മകൾ കിട്ടിയ വലിയൊരു സൗഭാഗ്യവാന നമ്മുടെ സുഹൃത്ത് റഫീഖ്. എന്നല്ലേ പേര്? റഫീഖ് അല്ലേ? അൽഹംദുലില്ലാഹ്. വേറെയും ഒരുപാട് കൂട്ടുകാർ അവരോടൊപ്പം മയ്യത്തുകളെ പരിപാലിക്കുന്നത്, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, മറവ് ചെയ്യുന്നത്, കുളിപ്പിക്കുന്നത് ഒക്കെ ഭയങ്കര കൂലിയുള്ള വിഷയമാണ്. നിബിതങ്ങൾ അത് ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നേരിട്ട് ചില ജനാസകളിൽ തങ്ങൾ തന്നെ ഇടപെട്ടിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജന്നത്തുൽ ബഖീഇൽ ഒരു സ്വഹാബിയെ കൊണ്ടുവന്നപ്പോ, ജനാസ വന്നപ്പോ അതിന്റെ മുഴുവൻ കർമ്മങ്ങളും നിർവഹിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജനാസ നിർവഹിച്ച് കഴിഞ്ഞ് വരുമ്പോ നബി തങ്ങൾക്ക് ശക്തമായ തലവേദന വന്നു. തലയിൽ ശക്തമായ വേദന. തങ്ങളൊരു ഒരു കഷ്ണം വസ്ത്രമെടുത്ത് തങ്ങളുടെ തല ശരിക്കും വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുകയാണ്. അങ്ങനെയാ വരുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ടപ്പോഴേക്കും ആയിഷ ബീവിക്ക് തലവേദന വന്നു. നബി തങ്ങൾ പറയുന്നതിന്റെ മുമ്പേ ആയിഷ ബീവി പറഞ്ഞു, എന്തോ ഒരു വേദന, എനിക്ക് തലവേദനിക്കുന്നുവല്ലോ നബിയെ. തങ്ങൾ പറഞ്ഞു, ആയിഷ, ബൽ അന വറഅസാ, എനിക്കാണല്ലോ ആയിഷ തലവേദനയുള്ളത്, നിങ്ങൾക്കല്ലല്ലോ. ബൽ അന
വാറസാ, എനിക്കാണ് ആയിഷ തലവേദനയുള്ളത്, നിങ്ങൾക്കല്ലല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് തലവേദനയുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എനിക്ക് വിശക്കുന്ന നേരത്ത് ഒരു കാരക്ക കിട്ടി ഞാൻ എൻ്റെ വായിലേക്ക് കൊണ്ടുപോകാനിരിക്കുമ്പോ എന്റെ റസൂലിന് വിശന്നിട്ടുണ്ടാകും. നബിയുടെ വായയിലേക്ക് ഞാൻ തിന്നേണ്ട ആ കാരക്ക നബിയുടെ വായയിലേക്ക് വെച്ചു കൊടുത്താൽ ആ കാരക്കയുടെ മധുരം എന്റെ വായയിൽ ഞാൻ അനുഭവിക്കുമായിരുന്നുവെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിയുടെ സന്തോഷം ഇവിടെ അറിയാൻ. തങ്ങളുടെ തലക്ക് വേദന വന്നപ്പോ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ വാറസാ, എനിക്ക് തലവേദന വരുന്നുവല്ലോ നബിയെ. തങ്ങൾ പറഞ്ഞു, ആയിഷ ബൽ അന വാറസാ, ആയിഷ നിങ്ങൾക്കല്ല എനിക്കാണ് തലവേദന വരുന്നത്. ആയിഷ ബീവിയെ ആശ്വസിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേരം തങ്ങളൊരു തമാശ കൂടെ പറഞ്ഞിട്ടുണ്ട് ബീവിയോട്. ആയിഷ മാ ദർറക്കി, നിങ്ങൾക്ക് വല്ല പ്രയാസവുമുണ്ടോ? ലൗ മിത്തി ഖബിലി, ഞാൻ മരിക്കുന്നതിന് മുമ്പേ നിങ്ങൾ മരിക്കുകയും നിങ്ങളെ ഞാൻ കുളിപ്പിക്കുകയും നിങ്ങളെ ഞാൻ കഫംപുടയിൽ പൊതിഞ്ഞു തരികയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ മയ്യത്ത് നിസ്കരിക്കുകയും നിങ്ങളെ എന്റെ കൈകൊണ്ട് തന്നെ ഖബറിലേക്ക് വെക്കുകയും ചെയ്താൽ വല്ല പ്രയാസവുമുണ്ടോ ആയിഷ ബീവി എന്ന് ചോദിച്ചു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 18 വയസ്സായിരിക്കുന്ന റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ ചോദിക്കുന്നത്, എന്റെ മുമ്പ് നിങ്ങൾ മരിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ ആയിഷ ബീവി? ആയിഷ റളിയല്ലാഹു അൻഹയോട് ആ തമാശ പറയുന്നത് നബി തങ്ങൾ തലവേദന വന്ന് തല പിടിച്ചു കിട്ടിയ നേരത്താണ്. ആ നേരത്ത് ഒരു കുശലം പറയാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ആ തമാശ മനസ്സിലായി. നബിയെ ചിരിപ്പിക്കാൻ തന്നെ ആയിഷ ബീവി പറഞ്ഞു, വേണ്ട നബിയെ വേണ്ട, എന്നെ കൊണ്ടുപോയി കുളിപ്പിച്ച് എന്നെ കഫൻ ചെയ്ത് ഖബറിലേക്ക് വെച്ചാൽ എന്റെ വീട്ടിലേക്ക് അങ്ങ് വരുന്ന ദിവസം അങ്ങ് മറ്റു ഭാര്യമാരുടെ വീട്ടിലേക്ക് പോകില്ലേ നബിയെ? അത് വേണ്ട, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല നബിയെ, അതുകൊണ്ട് ഞാൻ മരിക്കണില്ല. ആദ്യം ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈമൂന ബീവിയുടെ വീട്ടിലിരിക്കുമ്പോഴാ ഇച്ചിരി പനി കൂടിക്കൊണ്ടിരിക്കുന്നത്. മൈമൂന ബീവിയോട് ചോദിക്കും, ബീവി നാളെ ഞാൻ എവിടെയാ പോകുന്നത്? നാളെ ആരുടെ കൂടെയാണ് ഞാൻ താമസിക്കേണ്ടത്? നബിക്ക് ആവശ്യം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കാനാണ്. അവർക്കത് മനസ്സിലായിട്ട് എല്ലാവരും പറഞ്ഞു, നബിയെ അങ്ങയുടെ പ്രിയപ്പെട്ട നബിയെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാണെന്ന് ചോദിക്കുമ്പോ ആയിഷയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആണ് ചോദിച്ചത്, നബിയെ ആരാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അംറു ബിൻ ആസ് തങ്ങൾ വിചാരിച്ചു അംറു ബിൻ ആസ് എന്ന് തങ്ങൾ പറയുമെന്ന്. തങ്ങൾ പറഞ്ഞു, ആയിഷ. അല്ല നബിയെ, അനി മിനർ റിജാൽ, പുരുഷന്മാരിൽ ആരെയാണ് നബിയെ അങ്ങേക്കിഷ്ടം? അബാഹ, ആയിഷ ബീവിയുടെ വാപ്പയാണ് എനിക്കിഷ്ടം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ ആരാ നബിയെ? ഉമർ ഇബ്നുൽ ഖത്താബ്. പിന്നെ ആരാ നബിയെ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അങ്ങനെ 10-15ഓളം ആളുകളുടെ പേര് പറഞ്ഞതിന്റെ ശേഷം പറഞ്ഞു, പിന്നെ അംറു ബിൻ ആസ് നിങ്ങളാണ്. നബി തങ്ങളുടെ പെരുമാറ്റം അങ്ങനെ ആയിരുന്നു. അംറു ബിൻ ആസ് തങ്ങൾ വിചാരിച്ചു അവരാണ് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെന്ന്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട് പറയാറുണ്ട്, ഫാത്തിമ അമാ തുഹിബ്ബീന മാ യുഹിബ്ബു അബൂക്കി. ഫാത്തിമ, നിങ്ങളുടെ വാപ്പാക്ക് ഇഷ്ടമുള്ളത്, നിങ്ങളുടെ ഉപ്പയായ എനിക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമല്ലയോ? ആണുപ്പ, എങ്കിൽ ഫഅഹിബ്ബി ആയിഷ, നിങ്ങൾ ആയിഷ ബീവിയെ സ്നേഹിക്കണേ എന്ന് ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുമായിരുന്നു. ഫഅഹിബ്ബി ആയിഷ, ആയിഷ ബീവിയെ സ്നേഹിക്കണമെന്ന്. അതുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എല്ലാവരും പറഞ്ഞു, എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാന സമയത്തെ വിശ്രമം ആയിഷ ബീവിയുടെ വീട്ടിലായിക്കൊള്ളട്ടെ. അവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ സന്തോഷിക്കുന്നത്. അഭിമാനം പറഞ്ഞുമായിരുന്നു ആയിഷ ബീവി. ആയിഷ ബീവി പറയാറുണ്ട്, നബിയുടെ ഭാര്യമാരിൽ ഒരാൾക്കും ലഭിച്ചിട്ടില്ലാത്ത എത്രയോ പ്രാധാന്യവും എത്രയോ പുണ്യവും സൗഭാഗ്യവും എന്നെ തേടി വന്നിട്ടുണ്ട്. അതിലൊന്ന് എന്റെ വിഷയത്തിൽ അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ട്. 11ഓളം ആയത്തുകളിൽ ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, എന്റെ വീട്ടിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ ഒരാഴ്ച കഴിച്ചുകൂട്ടിയത് എന്റെ കൂടെയാണ്. മുത്തുനബി വഫാത്തായത് എന്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ്.
നബിതങ്ങളുടെ വായയിലേക്ക് അവസാനമായി കടന്നത് എന്റെ വായയുടെ ഉമിനീരാണെന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. അത് നബിതങ്ങളുടെ വഫാത്തിന്റെ സമയമായപ്പോ ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു, ആയിഷ ബീവിയുടെ സഹോദരനാണ് അബ്ദുറഹ്മാൻ എന്നവർ. അവർ വന്നപ്പോ കയ്യിലൊരു മിസ്വാക്കുണ്ട്. നബിതങ്ങൾ സംസാരം നിലച്ചിരിക്കുന്ന നേരമാണ്, സംസാരിക്കുന്നില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള മിസ്വാക്കിലേക്ക്, അറാഖിലേക്ക് നബിതങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ആയിഷ ബീവിക്ക് തോന്നി നബിതങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ ഇഷ്ടമായിട്ടുണ്ടാകും. ആ മിസ്വാക്ക് വേണോ എന്ന് ചോദിച്ചു ആയിഷ ബീവി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വേണമെന്ന് തലയാട്ടി കൊടുത്തു. തന്റെ സഹോദരൻ അത് വാങ്ങിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ അതിന്റെ അഗ്രഭാഗം ചവച്ച് മിനുത്തതാക്കി എന്റെ ഉമിനീരിൽ ചാലിച്ചുകൊണ്ട് എന്റെ ഹബീബിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. നിബിതങ്ങൾ ശരിക്കും ഒന്ന് ബ്രഷ് ചെയ്തു. അള്ളാഹുവിനെ കാണാൻ പോവുകയല്ലേ, വായ നന്നാക്കണല്ലോ, സുഗന്ധമാവണല്ലോ എന്ന് വിചാരിച്ച് മുമ്പൊരിക്കലും ചെയ്തിട്ടില്ലാത്ത വിധം നന്നായൊന്ന് ബ്രഷ് ചെയ്തു. ആ സമയം എന്റെ വായിൽ ഉമിനീരാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വായിലേക്ക് അവസാനം കടന്നത് എന്ന് അഭിമാനത്തോടെ പറയുമായിരുന്നു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരുന്നു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്താകുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ ബുധനാഴ്ച നബിതങ്ങൾ പറഞ്ഞു, എനിക്ക് നിങ്ങൾ 7 വ്യത്യസ്തമായ കിണറുകളിൽ തങ്ങൾ പേര് പറഞ്ഞു, ആ കിണറുകളിലെ വെള്ളം കൊണ്ടുവരണം, എന്റെ തലയിലേക്കൊന്ന് ഒഴിച്ചു തരണം. പനി വരുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് തണുപ്പിക്കാറുണ്ട് അറബികൾ. അതൊരു ചികിത്സയുടെ ഭാഗവുമാണ്, തിബ്ബുൻ നബവിയുടെ ഭാഗവുമാണ്. ആ വെള്ളം തലയിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. സ്വഹാബികൾ കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അലി തങ്ങളുടെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈവച്ചുകൊണ്ട് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക് അവസാനത്തെ കടക്കാൻ പോവുകയാണ്. നിസ്കാരത്തിന്, ളുഹർ നിസ്കാരത്തിന് അവസാനത്തെ ഇമാമത്ത് നിൽക്കാൻ പോകുന്നത് ബുധനാഴ്ച ദിവസമാണ്. 7 വ്യത്യസ്തമായ കിണറുകളിലെ വെള്ളം ഹബീബിന്റെ തലയിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരൽപ്പം ആശ്വാസം കിട്ടി. അവരോടൊപ്പം ളുഹർ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം പരിശുദ്ധമായ മിമ്പറിൽ കയറിക്കൊണ്ട് നിബിതങ്ങൾ ചില വാക്കുകൾ പറഞ്ഞു. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാവട്ടെ. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറാ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിക്കട്ടെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ ആരാധ്യ വസ്തുക്കളാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല നസ്വാറാക്കളെയും ജൂതന്മാരെയും ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിപ്പിക്കാൻ വന്ന അമ്പിയാക്കന്മാരെ മഅബൂദും ഇലാഹുമായി വിചാരിച്ച് പൂജിക്കുന്ന അവസ്ഥ ജൂത സമൂഹങ്ങളിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്. അങ്ങനെ എന്റെ ഉമ്മച്ചികൾ എന്നെ ആരാധിക്കരുത്, ഖബർ ആരാധന ചെയ്യാനുള്ളതല്ല. അമ്പിയാഇനെ, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളെ തബറുക്ക് എടുക്കുകയും സിയാറത്ത് ചെയ്യുകയും ചെയ്യുന്നത് വളരെ പുണ്യകരമാണ്. പക്ഷേ ഒരു മുസ്ലിമും ഒരു ഖബറിനെയും ആരാധിക്കുന്നില്ല. ഖബറിനെ സിയാറത്ത് ചെയ്യുന്നത് ഖബർ ആരാധനയാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യരുത്. അവിടെ ചെന്നുകൊണ്ട് അള്ളാഹുവേ റബ്ബേ നിന്റെ ഹദറത്തിലേക്കെന്ന് ആകാശ ലോകത്ത് കൈയുയർത്തിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യാറുള്ളത്. പരിശുദ്ധ ഹബീബായി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു തആല ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ശപിച്ചിരിക്കുന്നു. അവരവരുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ ആരാധനാ സ്ഥലങ്ങളാക്കിയിട്ടുണ്ട്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുതേ. ഈസാ നബി അലൈഹിസ്സലാമിനെയും മറിയം ബീവിയുടെ ശവകുടീരവും ആരാധ്യ വസ്തുക്കളാക്കി മാറ്റിയതുപോലെ എന്റെ ഉമ്മത്തികൾ എന്നെ ചെയ്യരുതേ.